ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പവർ റൂൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ പാർട്ട് 1-ൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ യൂണിറ്റ്സ് പഠിച്ചു. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. അടുത്ത പാർട്ടിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷണൽ അനാലിസിസ് ആണ്. സോ അവിടെ നമ്മൾ ഒരുപാട് മാത്തമാറ്റിക്കൽ ടൂൾസുകൾ ഉപയോഗിക്കും. സോ ആ മാത്തമാറ്റിക്കൽ ടൂൾസ് ചിലർക്ക് അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയാത്തവരുണ്ടാവും. പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അവിടെ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടൂൾസുകളൊക്കെ ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, പറയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡയമെൻഷൻ അനാലിസിസ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ മാത്തമാറ്റിക്കൽ ടൂൾസ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ m⁻²⁵ ഇപ്പോൾ നോക്കാം. m⁻² ഇൻറ്റു m⁻³ എന്നുള്ളതിനെ m⁻² + 3 എന്ന് എഴുതാം. അതായത് m⁻5. അതായത് ഇവിടെ ബേസ് സെയിം ആണെങ്കിൽ, ഇപ്പം ഇതിലെ ബേസ് എന്താ m ആണ്. ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇവിടെ 2 + 3 നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ ബേസ് m ആണ്. ഇപ്പം ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാം. പവേഴ്സ് എന്താ 2, ഇവിടെ 3 ആണ്. ഇപ്പോൾ 2 + 3 ചെയ്തു. അപ്പോൾ എന്താ വരുന്നത്? ഉത്തരം 5 m⁻5 ആണ് വരുന്നത്. ഈ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്പർ ആവാം, ഒരു ആൽഫബറ്റും ആവാം. ആൽഫബറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഡയമെൻഷണൽ അനാലിസിസിൽ ആൽഫബറ്റ് ആണ് വരുന്നത്. ഓക്കെ, അത് നമ്പർ ആവാം, ആൽഫബറ്റ് ആവാമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിന് ബേസ് m ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നോക്കാം, 2² ഇൻറ്റു 2⁻³ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസ് എന്താ വരിക? ഇതിൽ ബേസ് 2 ആണ്. അപ്പോൾ ബേസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 + 3 ചെയ്തു. 2 + 3 എന്താ വരുന്നത്? 5 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ 3⁻² ഇൻറ്റു 3⁵ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് സെയിം ആണ്, 3 ആണ്. അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പവേഴ്സുകൾ തമ്മിലാണ്. -2 + 5 എന്ന് വരുന്നത് 3 ആണ് വരുന്നത്. ഓക്കെ, -2 + 5 എന്ന് വരുന്നത് 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 3⁻³ ആണ് എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി നോക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇത് ഡെസിമലൊക്കെ പറ്റും, ഫ്രാക്ഷനൊക്കെ പറ്റും കേട്ടോ. m⁻½ ഇൻറ്റു m⁻³ ഫ്രാക്ഷനൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പവർ ഫ്രാക്ഷൻ ആവാം. ഇനി പവർ ആൽഫബറ്റ്സും വരാം. ഇപ്പോൾ ചിലതുണ്ടാവും l⁻A ഇൻറ്റു l⁻B. അപ്പോൾ l⁻A + B എന്ന് എഴുതിയിട്ട് ഇപ്പോൾ പവർ ഫ്രാക്ഷൻ ആവാം, നമ്പർ വരാം, എന്തുമാവാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോവാം. അതിതാണ് m⁻A⁻B എന്ന് പറഞ്ഞാൽ നമുക്കതിനെന്ത് ചെയ്യാം, m⁻AB എന്ന് എഴുതാം. ഓക്കെ, അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 3⁻³ എന്ന് പറഞ്ഞതിന് നമുക്ക് ഈ 3യും 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്താ വരിക, 3⁻6 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. 4⁻6 എന്ന് പറയുമ്പോൾ ആ 5ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 6 എന്താ വരുന്നത്, 30. അപ്പോൾ 4⁻13 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ 3⁻1/2 1/4 എന്ന് പറയുമ്പോൾ 1/2 × 1/4 എന്താ വരിക, 1/8 ആണ്. സോ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ടൂൾസുകൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇവിടെ കൊടുത്തേക്കണേ m⁻A⁻B എന്ന് പറഞ്ഞാൽ m⁻AB എന്ന് എഴുതാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. അതായത് 1/m⁻A എന്ന് പറഞ്ഞാൽ m⁻A എന്ന് എഴുതാം. ഈ m⁻A എന്ന് കണ്ടാൽ തിരിച്ചും എഴുതാം. ഓക്കെ, അപ്പോൾ 1/m⁻A എന്ന് പറഞ്ഞാൽ m⁻A ആണ്.
മനസ്സിലായല്ലോ? ഇപ്പോൾ എന്താണ് 1/m⁻³ എന്ന് പറയുന്നത് m⁻³ ആണ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. 1/10 എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്താം? 10⁻³ എന്ന് എഴുതാം. 1/3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 3⁻1 എന്ന് എഴുതാം. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ 1/3² ആണെങ്കിലോ 3⁻² എന്ന് എഴുതാം. അതായത് ആ പവർ ജസ്റ്റ് മൈനസിലേക്ക് വരും. ഇപ്പോൾ 1/10 എന്ന് പറയുമ്പോൾ 1/10⁻1 ആണ്. 10⁻1 ആണല്ലോ 10. അപ്പോൾ ആ 1 നമ്മൾ എന്ത് ചെയ്തു? മൈനസിലാട്ട് ആക്കി എഴുതി എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ അല്ലേ 1/L² എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? L⁻². അതായത് പവർ ജസ്റ്റ് എന്ത് ചെയ്യാം? മൈനസിലാക്കി എഴുതുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തത് എക്സാം. അപ്പോൾ ഇങ്ങനെ വന്ന് വിചാരിച്ചോ, അതായത് 4⁻7 / 4⁴. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് 4⁻³ എന്ന് എഴുതാം. ഒന്നും കൂടി മാത്തമാറ്റിക്കലി അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 4⁻7 × 4⁻1, അതായത് 4⁻7 / 4⁻4 അല്ലേ? അപ്പോൾ 4⁻4 നമുക്ക് എങ്ങനെ എഴുതാം? മേലെ കൊണ്ടുപോയിട്ട് 4⁻⁻4 എന്ന് എഴുതാം. 7 + -4 എന്താ വരുന്നത്? 4⁻3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഈ മാത്തമാറ്റിക്കൽ ടൂൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇവിടെ. ഇപ്പോൾ L⁻3 / L⁻5. L⁻5 എന്ന സംഭവത്തെ മോൾ കൊണ്ടുപോകുമ്പോൾ പവർ ജസ്റ്റ് മൈനസിലേക്ക് കൊണ്ടുപോകുക. L⁻5 ആക്കുക. ആ 3ഉം -5 എന്താ വരിക? 3 - 5 -2 വരെ. L⁻². L⁻². L⁻² എന്ന് പറഞ്ഞാൽ L⁻² എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/L² എന്ന് എഴുതാം. അപ്പോൾ L² L⁻² സെയിം അല്ലേ? 1/L². L² എന്ന് പറയുമ്പോൾ ആ 2 മേലെ കൊണ്ട് -2 ആക്കി എഴുതിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് A⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. A 0 ആവാൻ പാടില്ല. A നെഗറ്റീവ് ആവാം, A പോസിറ്റീവ് നമ്പർ ആവാം, A ഡെസിമൽ ആവാം, A ഫ്രാക്ഷൻ ആവാം, എന്തും ആവാം. A ഡയമെൻഷണൽ അനാലിസിസ് പറയുമ്പോൾ A ആൽഫബറ്റും ആവാം. ഓക്കെ, അപ്പോൾ A⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. A 0 ആവാൻ പാടില്ല. 0⁻0 അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ A 0 അല്ലാത്ത ബാക്കി എന്തും ആവാം. നമ്പേഴ്സ് ആവാം, ആൽഫബറ്റ്സും ആവാം. ഡയമെൻഷണൽ അനാലിസിസ് ആൽഫബറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ L⁻0 1 ആണ്, T⁻0 1 ആണ്, M⁻0 1 ആണ്. സോ A എന്ന് പറഞ്ഞ സംഭവം നമ്പറും ആവാം. അപ്പോൾ 2⁻0 1 ആണ്, 3⁻0 1 ആണ്. ഓക്കെ, അങ്ങനെ നമ്പറും ആവാം, ആൽഫബറ്റും ആവാം എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. സോ ഇത്രയും മാത്തമാറ്റിക്കൽ ടൂളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഓക്കെ, ഇത്രയും മാത്തമാറ്റിക്കൽ ടൂൾസ് ഇതിലുള്ളൂ. അപ്പോൾ ഈ ടൂളുകൾ നിർബന്ധമായിട്ടും പഠിക്കണേ. m⁻a × m⁻b, m⁻a + b, m⁻a the whole raised to b, m⁻ab 1/m m⁻−a എന്നുള്ള ടൂളും, പിന്നെ A⁻0 എന്ന് പറഞ്ഞത് 1 ആണ് എന്നുള്ള ടൂളും നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാരം നമ്മൾ അടുത്ത ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിക്കുന്നത്. സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ താങ്ക് യു.